ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ കുറേ നാളിന് ശേഷമാണ് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് എത്തുന്നത് കേട്ടോ. സോ ഈ ഒരു അൺബോക്സിങ് വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു ഐറ്റം വാങ്ങണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഫൈനലി നമ്മൾ ആ ഒരു സാധനം വാങ്ങാനായിട്ട് പല സന്ദർഭങ്ങളും വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ അതിലൊന്നും ഞാൻ മുന്നോട്ട് പോയില്ല. കാര്യം ഇതിൻ്റെ ഒരു പുതിയ വേരിയൻറ്റ് വരുന്നുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു വേരിയൻറ്റ് വരുമ്പോൾ വാങ്ങാമെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ എന്താന്ന് വെച്ചാൽ ആ ഒരു വേരിയൻറ്റിന് ഒരു പ്രശ്നമുണ്ട്. അത് ഇന്ത്യയിൽ റിലീസ് ആവൂലായിരുന്നു. ഇപ്പം തന്നെ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ സാധനം എന്താണെന്ന് മനസ്സിലായി കാണും. യെസ് ഗൈസ്, പ്ലേ സ്റ്റേഷൻ ആണ്. സോ ഫൈനലി നമ്മൾ പ്ലേ സ്റ്റേഷൻ വാങ്ങിയിരിക്കണം. എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു പ്ലേ സ്റ്റേഷന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ലിമിറ്റഡ് എഡിഷൻ പ്ലേ സ്റ്റേഷൻ ആണ്. നമ്മുടെ 30th ആനിവേഴ്സറി എഡിഷൻ ഇല്ലേ, സോ അതാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ പ്ലേ സ്റ്റേഷൻ സ്ലിം ആണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. സോ ഈ ഒരു ഐറ്റം വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ആമസോണിൽ നിന്ന് റാൻഡം വാങ്ങി, അതിനുശേഷം മലപ്പുറത്ത് അതെത്തി. അവിടെ നിന്ന് അവൻ എനിക്ക് കൊറിയർ ചെയ്ത് തരുമായിരുന്നു. ഏകദേശം എന്നാണ് ഓർഡർ ചെയ്തത്, 19-ാം തീയതി അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ട് സാധനം കിട്ടുന്നത് 30-ാം തീയതിയാണ്. പിന്നെ അവിടെ നിന്ന് അവൻ കൊറിയർ ചെയ്ത് എൻ്റെ കയ്യിൽ ഇന്ന് കിട്ടി, അതായത് 2-ാം തീയതി ഇന്നാണ് കിട്ടിയത് കേട്ടോ. സോ കൊണ്ടുവന്നു, ഞാൻ റൂമിൽ വെച്ച് ഞാൻ ഒന്നും നോക്കിയില്ല, ഫോൺ എടുത്ത് ഇത് ട്രൈപോഡിൽ വെച്ചു, റെക്കോർഡിങ് തുടങ്ങുവാണ്. കാര്യം ഇതെനിക്ക് വീഡിയോ എടുത്ത് വച്ചിട്ട് വേണം എനിക്കിത് പൊട്ടിച്ച്, എനിക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ വയ്യ ഗൈസ്. ഞാൻ കാണിച്ചു തരാമേ. പ്ലേ സ്റ്റേഷൻ അമ്മേ, 30th ആനിവേഴ്സറി ലിമിറ്റഡ് എഡിഷൻ. സോ ഇതാണ് നമ്മുടെ പ്ലേ സ്റ്റേഷൻ. ആൻഡ് ഇന്ന് നമ്മൾ ഈ സാധനം അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ഗൈസ്. കുറേ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ആൻഡ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിയ ടൈമിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങിയെന്നും പറഞ്ഞ്. സോ ഫൈനലി ഗൈസ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ, നമ്മുടെ ഇത്രയും നാളത്തെ കാത്തിരിപ്പ്. സോ ഞാൻ ഇതിനെ പ്രോ മേടിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ പ്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എനിക്ക് സ്പൈഡർമാൻ എഡിഷൻ ഉണ്ടല്ലോ, ലിമിറ്റഡ് എഡിഷൻ, അതെനിക്ക് മിസ് ചെയ്തു. അതായിരുന്നു മേടിക്കേണ്ടിയിരുന്നത്. അത് കുറച്ചും കൂടി, പക്ഷേ നമ്മൾ മേടിച്ചപ്പോൾ കുറച്ചും കൂടി ഗംഭീരമായിട്ടുള്ള സാധനം മേടിച്ചിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു സാധനം ഇനി കിട്ടത്തുമില്ല, അറിയോ നിങ്ങൾക്ക്? ഇതിന് കിട്ടത്തുമില്ല. 30th ആനിവേഴ്സറി എഡിഷൻ ആണ്. ഇത് കണ്ടോ, ഈ സാധനം മറ്റേതിനെക്കാട്ടിയും ബ്യൂട്ടിഫുൾ ആണ്. അതായത് പഴയ നമ്മുടെ PS-ൻ്റെ ആ ഒരു മോഡലില്ലേ, അതാണ് ഇതിനകത്തുള്ളത്. സോ ഞാൻ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് കുറേ കൂടി ഒന്ന് മനസ്സിലാവും. നഖം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ലെറ്റ്സ് ഗോ. അതിൻ്റെ പാക്കിങ് ഉണ്ടോ? 30th ആനിവേഴ്സറി എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടോ? അതും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കിയെടുക്കാം. ഓക്കെ, അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കണ്ടോ, പഴയ കൺസോളിൻ്റെയൊക്കെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്ക്. ഓക്കെ, ആദ്യമേ തന്നെ ഗൈസ് നമ്മുടെ കൺട്രോളർ നോക്ക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ PS-ൻ്റെ കൺട്രോളർ എടുക്കുന്നത്. അല്ല, ഇതിന് മുന്നേ GTയുടെ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ PS-ൻ്റെ കൺട്രോളർ എടുത്തായിരുന്നു. അതിനുശേഷം എൻ്റെന്ന് പറയാവുന്ന കൺട്രോളർ ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ഇതേ നോക്ക്, ആ ഒരു ഒറിജിനൽ ലോഗോ PS-ൻ്റെ നോക്ക്. ആൻഡ് ആ ഒരു യുണീക്കായിട്ടുള്ള കീ. അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, പ്ലേ സ്റ്റേഷൻ 30th ആനിവേഴ്സറി എഡിഷൻ കണ്ടോ, അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് കഴിയുമ്പോൾ അതിൻ്റെ കേബിളാണേ, കണക്ടിവിറ്റി കേബിൾ. പിന്നെ ഇതെന്താ, ഇത് മറ്റേ സ്റ്റാൻഡാണോ? ഓക്കെ, അത് 2 ഉണ്ട്. അത് മിക്കവാറും ഇതിൻ്റെ സ്റ്റാൻഡാണെന്ന് തോന്നുന്നു കേട്ടോ, PS വയ്ക്കാനുള്ള സ്റ്റാൻഡാണെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നീട് ഒരു കാറ്റലോഗ് പോലത്തെ ഒരു ബോക്സ് ഇതിനകത്ത് എന്തോ നോക്കട്ടെ. ഇതിനകത്തൊന്നുമില്ല. കാലി കവർ തന്നു പറ്റിക്കുന്നോ? അതോ ഇതിനകത്തുള്ളതെല്ലാം ഇനി ഷിപ്പ് ചെയ്തപ്പോൾ അമ്മമാർ അടിച്ചു മാറ്റിയാടേ. എന്തോ നോട്ടുണ്ടായിരുന്നു കേസ്, അത് കാണുന്നില്ല. നോക്കട്ടെ, അത് മിക്കവാറും ബോക്സിനകത്ത് എവിടെയെങ്കിലും കാണും കേട്ടോ. ഒരു ഗിഫ്റ്റിൻ്റെ ഒരു പാക്കറ്റ്. അതിനകത്തുള്ള സാധനം എന്തൊക്കെയാണെന്ന് അറിയാമോ ഗൈസ്? ഇതെല്ലാം ഞാൻ സൂക്ഷിച്ച് വെക്കാൻ പോകുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇതൊന്നും ഇനി കിട്ടൂല. ഒരു അഡാപ്റ്റർ പോലത്തെ സാധനം നോക്ക്, സോണി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിൽ കണ്ടോ. PS-ൻ്റെ ലോഗോകളാണ്. നമ്മുടെ കൺസോളിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു ലോഗോ ആണ് കേട്ടോ അത്. അതേപോലത്തെ ഇതിൻ്റെ തന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ലോഗോയും കൂടെ ഉണ്ട്. അങ്ങനെ 2 ലോഗോ കണ്ടോ, ഇതാണ് ഒരെണ്ണം. പിന്നെ റബ്ബറിൻ്റെ സാധനങ്ങൾ 4 ഉണ്ട് കേട്ടോ. കൺസോളിൻ്റെ കണ്ടോ. ഓക്കെ, ഈ ബോക്സിൽ നിന്ന് അങ്ങ് മാറ്റുവാണ് കേട്ടോ. ഇതിലാണ്
ബാക്കി എല്ലാ സാധനങ്ങളും വന്നത് ഈ ഒറ്റ ബോക്സിനകത്ത്. ഒരു ബോക്സും കൂടെ ഉണ്ട്, കണ്ടോ, ഒരു ബോക്സും കൂടെ. അതിനകത്ത് എന്താണുള്ളത്? അതിനകത്ത് ഇതിൻ്റെ കണക്ഷനും ബേസൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. നോക്കട്ടെ, ഇതിനകത്ത് എന്തോ ഒരു ഐറ്റം ഇരിപ്പുണ്ട്. നമ്മുടെ ഡിസ്കിൻ്റെ ഡ്രൈവില്ലേ, ആ സാധനം മേടിച്ചു കഴിഞ്ഞാൽ അത് ഊരി മാറ്റിയിട്ട് ഇടാൻ പറ്റുന്ന സാധനം, കണ്ടോ, ഡിസ്ക് ഡ്രൈവ്. ഇതിനകത്ത് സ്ലിം ആയതുകൊണ്ട് തന്നെ ഡിസ്ക് ഡ്രൈവ് ഇല്ല. അത് മേടിക്കാൻ നേരത്ത് ഈ സാധനം ഇടാം. അതിനായിട്ടുള്ള ഒരു പ്ലേറ്റ് ഉണ്ട് കേട്ടോ. കേബിൾസ് ആണ്, കണ്ടോ, ഒരു സിയുടെ കേബിള് കണക്റ്റ്, പിന്നീട് ഒരു HDMI, കണ്ടോ, ഒരു HDMI കേബിള്. ബേസ് ആണ്, നമ്മുടെ PS വയ്ക്കാനായിട്ടുള്ള ബേസ്. അതിൻ്റെ ഒരു നെറ്റ് ഇരിപ്പുണ്ട് കേട്ടോ. ഇത്രയാണ്. ഓക്കെ ഗൈസ്, ഈ കഥയിലെ കൊമ്പൻ ആൻഡ് ദേ നേരത്തെ കാറ്റലോഗ് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഉണ്ടായിരുന്നു, ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ ആ കാറ്റലോഗ്. എങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം, യൂസർ മാനുവൽ കാറ്റലോഗ്. ഓക്കെ, വീണ്ടും കുറേ സാധനം ഉണ്ടാ. ഓക്കെ, ഇതിനകത്ത് എന്താ? ഇത് കണക്ഷൻ്റെ ഒക്കെയാണ്. ഓക്കെ, അതും ചെറിയൊരു കാറ്റലോഗാണ്, വേറെ ഒന്നും അല്ല കേട്ടോ. ഓക്കെ, ഫൈനലി ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ രാജാവിനെയാണ്. യെസ് ഗൈസ്, നമ്മുടെ PS-നെ നമ്മൾ വെളിയിൽ എടുക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ. ഓ മാൻ, അതിൻ്റെ കൂടെ വീണ്ടും അടുത്ത കാറ്റലോഗ്. എത്ര എണ്ണോ ഇത്? ഓക്കെ, ഇനി ഇവനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് ഞാൻ കണ്ടില്ല. ദേ 30th ആനിവേഴ്സറി. ഇത് ഞാൻ കണ്ടില്ല. ഓക്കെ, വെയിറ്റ്, അതെന്തോ? ഗായ്സ്, അതിൻ്റെ പടമാ നോക്ക്, പഴയ PS-ന്റെ ഫോട്ടോ. ഇത് വലിയൊരു ഷീറ്റാ. 30th ആനിവേഴ്സറി, കണ്ടോ, അതാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഒരു PS-ന്റെ ഒരു വലിയ ലോഗോ. ഇതാണ് സംഭവം. ഇത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാനായിട്ടുള്ള സാധനമുണ്ട്, വേറെ ഒന്നുമല്ല. നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം. അതാണ്, നല്ല കട്ടിയുണ്ട് കേട്ടോ ഇത്. ഓക്കെ, നൈസ്. നമ്മുടെ മറ്റേ പ്ലേ ബട്ടൺ കിട്ടിയപ്പോഴുള്ള ഒരു എക്സൈറ്റഡ് ഉണ്ടല്ലോ, അതാണ് എനിക്കിപ്പോൾ ഉള്ളത് ഗൈസ്, വേറെ ഒന്നുമല്ല. ഫൈനലി നമ്മൾ എല്ലാം എടുത്തതാ എൻ്റെ കട്ടിൽ നിരത്തിയിട്ടിരുന്നു. എല്ലാത്തിൻ്റെ കളർ കണ്ടോ, അതാണ് ഈ ഒരു എഡിഷൻ്റെ പ്രത്യേകത. എല്ലാം ഈ ഒരു ഗ്രേ കളറാണ്. ഓക്കെ, നമ്മുടെ ചെറുക്കത ഇവിടെ ഇരിപ്പുണ്ട്, അങ്ങോട്ട് എടുക്കാം. PS-ന്റെ ലോഗോ ആൻഡ് നമ്മുടെ പ്ലേ സ്റ്റേഷൻ. ആൻഡ് ഇതിനകത്ത് വരുന്നത് ഒരു HDMI, 2 USB പോർട്ട് ആൻഡ് ഒരു ഡാറ്റ ആൻഡ് കണക്ഷൻ. ഇത്രയാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇവിടെയായിട്ട് കാണുന്നുണ്ടോ, പ്ലേ സ്റ്റേഷൻ 30th ആനിവേഴ്സറി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടോ, ഈ ഒരു സ്ഥലത്ത്. നമ്മൾ സ്ലിമ്മാണ് മേടിച്ചത്. ഞാൻ വെയിറ്റ് ചെയ്തത് പ്രോയ്ക്ക് വേണ്ടിയാണ്, പക്ഷേ പ്രോ എന്ന് പറയുന്ന സാധനം വെറും വേസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ സ്ലിം എടുത്തത് കേട്ടോ. പിന്നെ ഇവിടെ ആയിട്ട് 2 C പോർട്ടിൻ്റെ കണക്ഷനും ഉണ്ട്. ഇത് നമ്മുടെ ഓൺ ഓഫ്. ഇനി ഇതിൻ്റെ പീല കളക്കട്ടെ, ഇതിൽ ചുറ്റി വെച്ചേക്കുന്നത്. സോ ഇനി നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്തിട്ട്, അടിയിലാണെന്ന് തോന്നുന്നു അല്ലേ, അടിയിൽ എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്, ഇവിടെയാണെന്ന് തോന്നുന്നല്ലേ. സോ അത് വയ്ക്കുക, ഇത് എവിടെയെങ്കിലും തറയിലെടുത്ത് വയ്ക്കുക. സോ ഫൈനലി ഗൈസ്, എല്ലാം കണക്ട് ചെയ്തു, എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അതെ, കണക്ഷൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിനി ഒരു മോണിറ്ററും കൂടി അടിക്കണം കേട്ടോ. ഇതിന് ഒരു സെപ്പറേറ്റ് മോണിറ്റർ അടിക്കണം. എൻ്റെ PC-യിലെ മോണിറ്ററിലാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. എൻ്റെ നാടെ PS എൻ്റെ CPU-ൻ്റെ മണ്ടയിലാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ആൻഡ് പക്കയൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. കൺട്രോളർ, വയർലെസ്സും കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ. എൻ്റെ ഇനി മറ്റേ സബ്സ്ക്രിപ്ഷൻ ഞാൻ ഇത് വരുന്നതിന് മുന്നേ മറ്റേ ബ്ലാക്ക് ഫ്രൈഡേ ഉണ്ടായിരുന്നു, അന്ന് ഞാൻ 1 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇനി ആ സബ്സ്ക്രിപ്ഷനിലുള്ള കുറച്ച് ഗെയിമുകളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ആൻഡ് ഇതിലിപ്പോൾ ആസ്ട്രോ റൂം ഉണ്ടല്ലോ, ആസ്ട്രോ ബോട്ടിൻ്റെ ആ ഒരു കൺട്രോളർ വെച്ച് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമുണ്ട്. അതൊന്ന് കളിച്ചു നോക്കാം. ഞാൻ സ്പീക്കറൊന്നും കണക്ട് ചെയ്തിട്ടില്ല, അതാണ് വേറെ പ്രശ്നം എന്ന് പറയുന്നത്. സ്പീക്കറൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇത് അതാണ് ആ സൗണ്ടൊന്നും വരാത്തത്. ഇനി ആ സ്പീക്കർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള സൗണ്ട് കിട്ടും. ഭയങ്കര വൈബ്രേഷൻ, ഒരു സൈഡ് ഈ സൈഡ്.
ഞാൻ ഇപ്പോഴാണ് എക്സ്പീരിയൻസ് അറിയുന്നത് കേട്ടോ ഈ PS-ന്റെ കൺട്രോളറിന്റെ. Let's go. Hey, adaptive triggers. Okay, next. Okay. ഉണ്ടാ ഞാനിവിടെ ടച്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സാധനം പോകുന്നുണ്ടാ. ഓക്കെ. ഓ അതിനകത്തോട്ട് ദറ ചെയ്തു. ഓക്കെ. എടാ ഇതിനകത്ത് എന്തോ ഒരു സാധനം ഉള്ളതാണൊക്കെ ഒരു പ്രതീതി. കണ്ടാ ഞാനിവിടെ കുളിക്കുമ്പോ കണ്ട ഇതാണ് മറ്റേ മൈക്കിന്റെ ഇതാണ് കേട്ടോ. ഇത് നമുക്ക് മൈക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യാം. എനിക്ക് കിട്ടിയപ്പോഴേ ചെറിയൊരു വര പോലെ വീണിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. അത് ഞാൻ എടുത്തപ്പോഴുണ്ടായിരുന്നു ഈ ഒരു ചെറിയ ഇതുണ്ടോ? കണ്ടോ ഞാൻ തിരിക്കുന്ന അനുസരിച്ച് പോകുന്നുണ്ടോ? കണ്ടോ? നൈസ്. ഓക്കെ. ഓ അവിടെ നിന്ന് തെറിച്ച് ആദ്യത്തെ നമ്മുടെ ബോട്ട്. എപ്പോഴാണെങ്കിലും നമുക്ക് കണ്ടിന്യൂ ആയിട്ട് കളിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഞാൻ കാത്തിരുന്ന സാധനം ഡൗൺലോഡിങ്, അത് അവിടെ കിടന്ന് ഡൗൺലോഡ് ആവട്ടെ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലേ സ്റ്റേഷൻ്റെ അൺബോക്സിങ്ങും വീഡിയോയും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് എൻ്റെ കുറേ നാളത്തെ ഡ്രീമായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം മേടിക്കണമെന്നുള്ള. ഫൈനലി അത് നടന്നു. എന്നാലും ഇനിയും ഇതേപോലുള്ള കുറേ നല്ല നല്ല സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയട്ടെ, മുന്നോട്ട് നിങ്ങളെ വീഡിയോ കാണിക്കാൻ കഴിയട്ടെ. ആൻഡ് ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഞാനിത് മേടിക്കണമെന്ന് പറഞ്ഞാൽ GTA 6 വരുന്നുണ്ട് ഗൈസ്. അത് കളിക്കണമെങ്കിൽ ഈ സാധനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതാണ് മെയിൻ റീസൺ. സോ എന്തായാലും അടുത്ത ദിവസം വരാം എന്നെങ്കിലും മറ്റൊരു വീഡിയോ ആയിട്ട്. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ, ടാറ്റാ.